ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് നടാം. അതിനായി മണൽ, മണ്ണ്, കൊക്കോപീറ്റ്, ചാണകപ്പൊടി, പെർലൈറ്റ്, സൂഡോമോണസ്, എല്ലുപൊടി ഇത്രയാണ് കേട്ടോ ഞാൻ പോട്ടി മിക്സായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ പോട്ടി മിക്സ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡ് നടുന്നത്. പടിയിൽ കുറച്ച് പൊട്ടിയ ചട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു. അത് പെട്ടെന്ന് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പോട്ടി മിക്സ് അതിന് മേലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ സൂഡോമോണസ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അത് ചീയൽ പോലുള്ള ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ പെർലൈറ്റ്, അത് എയർ സർക്കുലേഷൻ ശരിയാവാൻ വേണ്ടിയിട്ടും വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് നടാം. ഇത് ഞാൻ ചെറിയ ചട്ടിയിൽ പിടിപ്പിച്ച് വെച്ചിരുന്ന ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും ഇങ്ങനെ കമിഴ്ത്തി നമ്മളിങ്ങനെ കൈയ്യായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങനെ കമിഴ്ത്തിയാൽ തന്നെ അത് അതിനകത്തുനിന്ന് പോരും. അപ്പോൾ ചരലിട്ടിട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചരലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. നമ്മൾ മാറ്റി കൊടുത്തിട്ട് അതിലോട്ട് വെച്ചിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സൂഡോ ബൾബുണ്ട്, അത് മേലെ വരത്തക്ക വിധം വേണം കേട്ടോ മണ്ണിടാൻ. സൂഡോ ബൾബിൻ്റെ മേലെ നമ്മൾ മണ്ണിട്ട് കൊടുക്കരുത്. പക്ഷേ ഇതിനകത്ത് ഞാൻ തൈ നട്ടിരുന്ന മദർ പ്ലാന്റ് കേടുവന്ന് പോയി, ഇതുപോലെ ബേബി പ്ലാന്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ സൂഡോ ബൾബ് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല ഈ ചെടിയിൽ. ഞാനത് വേറെ ചെടിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് സൂഡോ ബൾബെന്നും എങ്ങനെയാണ് അത് വെക്കേണ്ടതെന്ന് കേട്ടോ. ഇനി നമുക്ക് ചെടി ഒന്ന് നനച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ സൂഡോ ബൾബ്. ഇത് നമ്മൾ ചെടി വയ്ക്കുന്ന സമയത്ത് മണ്ണിൻ്റെ മേലേക്ക് ആക്കിയിട്ട് വേണം വയ്ക്കാൻ.